ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ അപ്പൂസിന് വേണ്ടി ടൊമാറ്റോ റൈസ് പ്രിപ്പയർ ചെയ്ത് ഞാൻ നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനൊന്നും ഒരു മൂഡില്ലാത്തതുകൊണ്ട് ഞാനൊന്നും കുറച്ച് ദിവസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നേരത്തെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള വീഡിയോസായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ റൈസ് ഞാൻ സെപ്പറേറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞത് ആ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വന്നപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ലേശം ഒരു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം അത് കഴിഞ്ഞ് കടുക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഇഞ്ചിയും ഓണിയനും കൂടെ ഇട്ട് കൊടുക്കുക. എനിക്കൊരബദ്ധം പറ്റി, ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഉള്ളി മാത്രം ഇട്ട് വഴറ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഇത് ഒരുമിച്ച് തന്നെ ഇടാനായിട്ട് ഓർക്കുക. അപ്പോൾ അതായിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നല്ല ഒന്ന് ഫ്രൈ ചെയ്ത് എന്താ പറയുക, ഷാലോ ഫ്രൈ എന്ന് പറയുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആ ഒരു ഫ്ലേവറൊക്കെ ഒരു നല്ലൊരു മണമൊക്കെ വരുന്നതിന് ശേഷം ഞാനിവിടെ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ടൊമാറ്റോ റൈസാണ്, പക്ഷേ അവൻ്റെ ഉള്ളിൽ ഈ ക്യാരറ്റൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ട് ഞാനിട്ട്, കാരണം അപ്പൂസ് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ പാടാണ്. പക്ഷേ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അവൻ കഴിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി എടുക്കുക. നല്ല ഒന്ന് മോയിസ്റ്റ് ആയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് വേവിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലേശം ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഇത് പിടിക്കണം, മസാലയൊക്കെ പിടിക്കണം. എന്നിട്ട് മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും പാലും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ആ മുട്ടയൊക്കെ നല്ല വെന്തിട്ട് വരണം. അപ്പോൾ നമുക്കിനി സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം അടുത്ത ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ചേർക്കുക. എന്നിട്ട് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മീതെയായിട്ട് നമ്മുടെ ഈ ടൊമാറ്റോയുടെ മിക്സ് വെച്ച് കൊടുക്കുക. മീതെ ഞാൻ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് നന്നായിട്ട് ആവിയേറ്റിയെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായിട്ട് വരും. നമുക്കിത് വേറെ രീതിയിലും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ഇതാണ്. പിന്നെ അവസാനം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയൊന്നും വിതറി കൊടുക്കാം. കുറച്ച് മാത്രം, കുട്ടികൾക്ക് കഴിക്കാനുള്ളതാണ്, കുറച്ച് മാത്രം വിതറി കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.